4 മാർക്കിന്റെ ഫിനോൾ റെസൊണൻസ് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കണ്ടോ. ബെൻസീൻ റിംഗിൽ OH വരുമ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ഫീനോൾ. ഓക്കെ, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, ധാരാളം ഇലക്ട്രോൺ ഉള്ള ആറ്റമുള്ള ഒരു സാധനം കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലേക്ക് കയറുകയാണ്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ള ആറ്റംസോ ഗ്രൂപ്പ്സോ ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മൾട്ടിപ്പിൾ ബോണ്ടിലുള്ള പൈ ഇലക്ട്രോൺസിന്റെ ഡീലോക്കലൈസേഷൻ. മൾട്ടിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഉണ്ട് കോൺജുഗേറ്റ് സിസ്റ്റത്തിൽ, അതിൽ നിന്നും പൈ ഇലക്ട്രോൺ ഒഴുകി നടക്കും. ഇതിനെയാണ് അത്രയും നമ്മൾ റെസൊണൻസ് ഇഫക്റ്റ് എന്ന് വിളിക്കും. റിട്ടയർമെന്റ് കഴിഞ്ഞ് പ്രത്യേകിച്ച് മിലിറ്ററി, ആർമി എന്നൊക്കെ ഗവൺമെന്റ് സർവീസ് എന്നൊക്കെ റിട്ടയർ ചെയ്ത ആളുകൾ വീട്ടിൽ വെറുതെ ഇരിക്കില്ല. നമുക്കറിയാം, നോക്കിക്കോ, ഈ 2 ഇലക്ട്രോൺ ഇങ്ങോട്ട് എടുക്കും. അതായത് വീട്ടിൽ വെറുതെ കിടക്കുന്ന റിട്ടയർഡ് ആയ ഒരാൾ, റിട്ടയർഡ് ആയ ഒരു മുത്തശ്ശൻ വീട്ടിലിരിക്കുകയാണ്. ഈ 2 കല്ലെടുത്തിട്ട് മുത്തശ്ശൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 കല്ലെടുത്തിട്ട് ഇവിടെ ഒരു മതിൽ കെട്ടി, ഇവിടെ ഒരു എക്സ്ട്രാ മതിൽ, ഇവിടെ ഒരു 2 കല്ല്, ഓക്സിജന്റെ 2 കല്ല് വാങ്ങിയിട്ട് ഓൾറെഡി ഒരു വഴിയുണ്ട്. നമുക്കറിയാം 2 ഇലക്ട്രോൺ എന്ന് വെച്ചാൽ ഒരു ബോണ്ടാണ്. നമ്മളപ്പോഴും പഠിച്ചു 2 ഇലക്ട്രോൺ എന്ന് വെച്ചാൽ ഒരു ബോണ്ടാണ്. അപ്പോൾ ഈ മുത്തശ്ശൻ റിട്ടയർഡ് ആയിരിക്കണം, മുത്തശ്ശൻ വെറുതെ ഇരിക്കാണ്ട് ഈ 2 കല്ലെടുത്തിട്ട് ഇവിടെ ഒരു എക്സ്ട്രാ മതിൽ വെച്ചു. ഒരു മതിൽ കെട്ടിയപ്പോൾ കോൺഫിഡൻസ് കൂടിയിട്ട് തൊട്ടടുത്തുള്ള മതിലിനെ പൊട്ടിക്കും. നന്നായിരിക്കണം മതിലിനെ പൊട്ടിച്ചിട്ട് 2 ഇലക്ട്രോൺ ആക്കിയിട്ട് ഇവിടെ പെറുക്കിയിടും. മുത്തശ്ശൻ റിട്ടയർഡ് ആയിരിക്കണം. മുത്തശ്ശൻ ചെയ്ത പരിപാടി എത്ര പേർക്ക് മനസ്സിലായി? ഒന്ന് നോക്കിയേ. ഓക്സിജന്റെ 2 ഇലക്ട്രോൺ വാങ്ങി, 2 ഇലക്ട്രോൺ വെച്ച് നമുക്കൊരു ബോണ്ട് ഉണ്ടാക്കാം. അപ്പോൾ മുത്തശ്ശൻ ഈ 2 ഇലക്ട്രോൺ വാങ്ങിയിട്ട് ഇവിടെ ഒരു എക്സ്ട്രാ പച്ച ബോണ്ട് ഉണ്ടാക്കി. എന്നിട്ട് മുത്തശ്ശൻ സ്വയം വിചാരിക്കുകയാണ്, ഞാൻ അടിപൊളിയാണ്, ഞാൻ നന്നായിട്ട് മതിൽ കെട്ടുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നന്നായിരിക്കണം മതിലിനെ പൊട്ടിച്ചു. 2 ഇലക്ട്രോൺ കിട്ടും. ആ 2 ഇലക്ട്രോണിനെ ഇവിടെ പെറുക്കിയിട്ടു. എത്ര പേർക്ക് ഈ പ്രോസസ്സ് നന്നായിട്ട് മനസ്സിലായി? ആ പൊട്ടിച്ച 2 ഇലക്ട്രോണിനെ പുള്ളി യെസ്. ഇനി അടുത്ത ദിവസം ഇറങ്ങി എണീറ്റിട്ട് പുള്ളി മിണ്ടാതിരിക്കുന്നില്ല. ഈ 2 ഇലക്ട്രോൺ ഉപയോഗിച്ചിട്ട് ഇവിടെ മതിൽ കെട്ടും. ഈ 2 ഇലക്ട്രോൺ ഉപയോഗിച്ചിട്ട് അവിടെ മതിൽ കെട്ടും. ഓൾറെഡി ഇവിടെ ഉള്ളൊരു മതിലുണ്ടല്ലോ, അതിനെ പൊട്ടിച്ചിട്ട് ഇവിടെ 2 ഇലക്ട്രോൺ വെറുതെ ഇരിക്കില്ല. ഇന്നലെ പൊട്ടിച്ച 2 കല്ല് ഉപയോഗിച്ചിട്ട് പുള്ളി ഇവിടെ ഒരു പുതിയ മതിൽ കെട്ടി. ഇന്നലെ ഇവിടുന്ന് പൊട്ടിച്ച 2 കല്ല് ഇവിടെ വെച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ട് പുള്ളി പുതിയ മതിൽ കെട്ടി. മതിൽ കെട്ടി കഴിയുമ്പോൾ പുള്ളി മിണ്ടാതിരിക്കണില്ല. പുള്ളി എന്താ ചെയ്തത്? ഇവിടെ മതിൽ കെട്ടി. നോക്ക്, ഈ 2 കല്ല് ഉപയോഗിച്ച് ഇവിടെ മതിൽ കെട്ടി. ഇതാണ് പച്ചയാണ്, പുതിയതായിട്ട് കെട്ടുന്ന മതിലാണ് പച്ച. പഴയ മതിൽ വെള്ളയാണ്, അതിനെ പൊട്ടിച്ച് വരും. അത് കെട്ടിയപ്പോൾ അന്നത്തെ ദിവസം പുള്ളി ഞാൻ വലിയ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞിട്ട് നന്നായിരിക്കണം ഈ മതിലിനെ പൊട്ടിച്ചിട്ട് ആ 2 കല്ലെടുത്ത് വരും. അത് പൊട്ടിച്ചിട്ട് ആ 2 കല്ലെടുത്ത് ഉപയോഗിക്കാം. റിട്ടയർ ആയിരിക്കണം മുത്തശ്ശൻ അടുത്ത് എന്ത് ചെയ്യുന്ന നോക്കാം. റിട്ടയർ ആയിരിക്കണം മുത്തശ്ശൻ മിണ്ടാതിരിക്കാൻ താല്പര്യമില്ല. മുത്തശ്ശൻ ഇനി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ പൊട്ടിച്ച 2 കല്ല് ഉപയോഗിച്ച് ഇവിടെ ഒരു പുതിയ മതിൽ കെട്ടും. അത് കെട്ടുക മാത്രമല്ല, ഓൾറെഡി ഉള്ള സാധനത്തിനെ പൊട്ടിച്ച് വിടുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞു നോക്ക്, ഒന്ന് ഓർത്ത് നോക്കാം. ഈ ഓൾറെഡി ഉള്ള മതിൽ പൊട്ടിക്കുകയാണ് പുള്ളി എപ്പോഴും ഒരു മതിൽ കെട്ടി അതിന്റെ തൊട്ടടുത്ത മതിലിനെ പൊട്ടിച്ചിട്ട് ആ കല്ല് വിടും. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ്. ഇനി മുത്തശ്ശൻ എന്താ പ്ലാൻ ചെയ്യുന്നത് അറിയോ? ഈ 2 കല്ല് ഉപയോഗിച്ചിട്ട് ഇവിടെ മതിൽ കെട്ടാം. അന്ന് കെട്ടിയത്, കഴിഞ്ഞ കൊല്ലം കെട്ടിയ മതിൽ ഇനി വേണ്ട, അത് പൊട്ടിച്ചിട്ട് ആ കല്ല് തിരിച്ചു കൊടുക്കാം. നമുക്ക് തുടങ്ങിയത് ഇവിടുന്നാണ്, ഈ മതിൽ കെട്ടിയ തുടങ്ങിയത്. അവസാനം തിരിഞ്ഞു വന്ന് വീണ്ടും ലാസ്റ്റ് കൊല്ലം പറയുന്നത് നമ്മളോട് ഈ കല്ല് ഉപയോഗിച്ച് നമ്മുടെ മതിൽ കെട്ടി പുള്ളി. എന്നിട്ട് ഓൾറെഡി ഇവിടെയുള്ള ഈ പച്ചയെ പൊട്ടിച്ചിട്ട് 2 ഇലക്ട്രോൺ തിരിച്ചു കൊടുത്തു. ഓക്സിജനെ തന്നെ തിരിച്ചു കൊടുത്തു. ആ ഇലക്ട്രോൺ, ഓക്സിജന്റെ വാങ്ങിയ ഇലക്ട്രോൺ തിരിച്ചു കൊടുത്തപ്പോൾ പ്ലസ് ചാർജ് പോയി. ഓക്സിജന്റെ പ്ലസ് ചാർജ് പോയി. ഇവിടെ നോക്ക്, ഈ 3 പൊസിഷനിൽ ഉണ്ടായിരുന്ന മതില് മുത്തശ്ശൻ നേരെ ഓപ്പോസിറ്റ് പൊസിഷനിലാക്കി, ഡീലോക്കലൈസ്, നേരെ ഉൾട്ടേ. അപ്പോഴേ മതിലില്ലാത്ത ഭാഗത്തൊക്കെ ഇപ്പോൾ മതിൽ വന്നിട്ടുണ്ടാവും. ഒന്ന് നോക്കിയേ. സേ യെസ് ഓർ നോ. ദാറ്റ്സ് ഓൾ അബൌട്ട് റെസൊണൻസ്. ഈസ് ഇറ്റ് സൂപ്പർ ഓർ നോട്ട്?